ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാം നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തൂർത്ത കഴിഞ്ഞ് നാം നോമ്പിലേക്ക് കടന്നിരിക്കുന്നു. തൂർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തിരിഞ്ഞു നോക്കൽ, അനുരഞ്ജനം എന്നാണ്. മാനസാന്തരത്തിനും അനുരഞ്ജനത്തിനുമായി നീക്കിവെക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ നോമ്പുകാലം. അത് പേതൃത്തായിൽ ആരംഭം കുറിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതം മാനസാന്തരത്തിലൂടെയും അനുരഞ്ജനത്തിലൂടെയും കടന്നു പോകുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾക്കായി നമ്മളെ തന്നെ നാം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. സഭാപിതാക്കന്മാരുടെ ഭാഷ്യങ്ങളിൽ നാം കാണുക, നിന്റെ നാവിനെയും ഉദരത്തെയും അടക്കുക എന്നാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നാം എങ്ങനെ നമ്മളെ തന്നെ അടക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ കാണും. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നില്ലായിരുന്നു. എനിക്ക് നട്ടല് സംബന്ധമായ ചില പ്രശ്നമുണ്ടായതുകൊണ്ട് അതിൻ്റെ ചികിത്സയിലായിരുന്നു. ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ചോട്ട് പറഞ്ഞു, തന്നെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഞാൻ എല്ലാ ദിവസവും ബ്രദറിൻ്റെ ടോക്ക് കേൾക്കുന്നതാണ്. സഹോദരങ്ങളെ, ദൈവവചനത്തോടുള്ള ദാഹം ഓരോ മനുഷ്യർക്കുമുണ്ട്. ചിലർ അത് വളരെ ശ്രദ്ധിക്കുന്നു. ചിലർ ധാരാളം നമുക്ക് ഈ ലോകത്ത് വചനങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ അവർ സഞ്ചരിക്കുന്നു. ഏത് കേട്ടാലും ദൈവവചനമാണ് കേൾക്കുന്നത്. തിരുസഭയോട് ചേർന്നുള്ള വചനം കേൾക്കണമെന്ന് പ്രത്യേകമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സഭയാണ് നമുക്ക് ശരിയായ രീതിയിൽ അവബോധം നൽകുക, ശരിയായ കാഴ്ചപ്പാടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുക. എന്നെ ശ്രവിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.